പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ പോസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. ദേശീയ തലത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ. ഓരോ വാർത്തകളായി നമുക്ക് പരിശോധിച്ചു വരാം. അതിൽ ഏറ്റവും പ്രധാനം BJPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. BJP നേതൃത്വം അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറുന്നു എന്നുള്ളതാണ്. ഇന്നൊരു പക്ഷേ പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള പുതിയ ഭാരവാഹികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഈ ഭാരവാഹി പ്രഖ്യാപനത്തെ തുടർന്ന് മന്ത്രിസഭയിൽ, കേന്ദ്ര മന്ത്രിസഭയിൽ ചില പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത നോക്കാം. BJPയെ നയിക്കാൻ ടീം നിതിൻ നബീൻ റെഡിയായിരിക്കുന്നു. ദേശീയ ഭാരവാഹികളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്ത വീക്ഷിക്കാം. BJPയിൽ തലമുറ മാറ്റത്തിന് കളമൊരുക്കിയാണ് നിതിൻ നബീൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. भारतीय जनता पार्टी के नए राष्ट्रीय अध्यक्ष के रूप में श्री नितिन नवीन जी को नाम की घोषणा करता हूं। मैं उन्हें इस अवसर पर हार्दिक बधाई देता हूं तथा निर्वाचन प्रमाण पत्र प्रदान करता हूं। धन्यवाद। भारत माता की जय. പുതിയ ദേശീയ ഭാരവാഹികളിലും നല്ലൊരു ശതമാനം പുതുമുഖങ്ങൾ ഇടം പിടിച്ചേക്കും. പാർട്ടിയിൽ പരിചയസമ്പന്നർക്കും യുവാക്കൾക്കും അർഹമായ പരിഗണന നൽകുന്നതിന് സാധ്യതയുണ്ട്. വനിതകൾക്ക് അർഹമായ പരിഗണന നൽകിയേക്കും. സമുദായ പ്രാദേശിക സന്തുലിതാവസ്ഥ ഉറപ്പു നൽകിയാകും ഭാരവാഹികളെ നിശ്ചയിക്കുക. അതും പ്രവർത്തന മികവ് മാനദണ്ഡമാക്കിയാകും ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കുക. രണ്ടാം നിര നേതൃത്വത്തെ കണ്ടെത്തി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പാർലമെന്ററി ബോർഡിലടക്കം പുതുമുഖങ്ങൾ ഇടം നേടിയേക്കും. മോർച്ചകളുടെ അധ്യക്ഷന്മാരെയും പാർട്ടി ഘടകങ്ങളുടെ പ്രഭാരിമാരെയും ഒക്കെ പ്രഖ്യാപിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘടനാ കെട്ടുറപ്പ് ശക്തമാക്കാനാണ് BJPയുടെ പദ്ധതി. പാർട്ടി ദേശീയ ഭാരവാഹികളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയിലും പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട്. ജനം, ഡൽഹി. പ്രേക്ഷകരെ, ആദർശ് തുളസീധരൻ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ BJPക്ക് പുതിയൊരു മുഖം നൽകുന്നതായിരിക്കും ഭാരവാഹി പട്ടിക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ നാരീശക്തിയും യുവത്വവും ഈ പുതിയ ഭാരവാഹി പട്ടികയിൽ തുളുമ്പി നിൽക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ഇന്ന് തന്നെ ആ പട്ടിക പുറത്തിറങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ. പിന്നാലെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയും ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഇനി അടുത്ത വാർത്ത പരിശോധിച്ചാൽ നമുക്കറിയാം, കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകൻ ഒരു ക്ലബിലേക്ക് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. അതിൽ വീര സവർക്കറെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെട്ടു. ഇതിനെതിരെ കർശനമായ നടപടികൾ അല്ലെങ്കിൽ അനാവശ്യമായ നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്തിൽ വലിയ രീതിയിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട്. സവർക്കർ ചോദ്യവിവാദത്തിൽ അധ്യാപകനെതിരെ നടപടിയെടുത്ത കേരള സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാജ്യത്തെ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ഇന്ന് അധ്യാപക സമൂഹത്തിന്റെ പ്രതിഷേധ ധർണ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഫ്രീഡം ക്വിസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യവിവാദമുണ്ടായത്. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെയാണ് സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത്. അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കർ വരുന്നതാണ് പല മതമൗലികവാദ സംഘടനകളുടെയും ചില രാഷ്ട്രീയക്കാരുടെയും പ്രതിഷേധത്തിന് കാരണമായത്. ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് ഫ്രീഡം ക്വിസിന്റെ ചോദ്യകർത്താവായ അധ്യാപകൻ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മതമൗലിക വാദികൾക്കും ദേശവിരുദ്ധർക്കും VD സതീശൻ സർക്കാർ കീഴടങ്ങിയെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. അധ്യാപക സമൂഹത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. VD സതീശൻ സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനാണ് അധ്യാപകർ തയ്യാറെടുക്കുന്നത്. അധ്യാപക സംഘടനയായ അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷക മഹാസംഘാണ് അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം നയിക്കുന്നത്. കേരള സർക്കാർ ദേശവിരുദ്ധർക്ക് കീഴടങ്ങുന്നത് വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും സംഘടന വ്യക്തമാക്കി. ജനം, ഡൽഹി. പ്രേക്ഷകരെ, കേരളം ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഈ സവർക്കർ വിവാദത്തിലൂടെ വ്യക്തമാകുകയാണ്. സവർക്കറെ, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീര സവർക്കറെ അംഗീകരിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സർക്കാരും തയ്യാറാകുന്നില്ല. അത്തരമൊരു ചോദ്യാവലി അല്ലെങ്കിൽ സവർക്കറെ സംബന്ധിച്ച ഒരു ചോദ്യാവലി തയ്യാറാക്കിയതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വലിയ പ്രതിഷേധം
ഇന്ന് രാജ്യമൊട്ടുക്ക് നടക്കാനിരിക്കുകയാണ്. കളക്ടറേറ്റുകൾക്ക് മുന്നിൽ അധ്യാപകരുടെ പ്രതിഷേധമുണ്ടായിരിക്കും. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ചില സംഘടനകൾ എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വിഷയം ഇതിനോടകം തന്നെ പാർലമെന്റിലും എത്തിക്കഴിഞ്ഞു. രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. വലിയ പ്രതിപക്ഷ ബഹളം അതിനെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും വീര സവർക്കറെ അംഗീകരിക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ജമ്മു കാശ്മീരിൽ നിന്നും. ജമ്മു കാശ്മീരിൽ ചില ഭീകര സാന്നിധ്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിൽ സുരക്ഷാ സേന വലിയ തിരച്ചിൽ നടത്തുകയാണ്. രാംനഗറിലെ ജോഫർ മേഖലയിലാണ് സംശയാസ്പദമായ രീതിയിൽ ചിലരുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രദേശം പൂർണ്ണമായും ഉപരോധിച്ച് സുരക്ഷാ സേന പരിശോധന ആരംഭിച്ചു. സംയുക്ത സുരക്ഷാ സേനയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. അതായത് കരസേനയുണ്ട്, ജമ്മു കാശ്മീർ പോലീസുണ്ട്, ഒപ്പം തന്നെ CRPFിൻ്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത സേനാ വിഭാഗമാണ് ഈ പരിശോധന നടത്തുന്നത്. ഉദ്ധംപൂർ ജില്ലയിലെ രാംനഗറിന് സമീപമുള്ള ജോഫർ ഗ്രാമത്തിലാണ് സുരക്ഷാ സേന ഈ പരിശോധന നടത്തുന്നത്. 2-3 പേർ സംശയാസ്പദമായ സാഹചര്യത്തിൽ കറങ്ങി നടക്കുന്നതായി രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സാന്നിധ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയായിട്ടും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും വനമേഖലയിലാകെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. നമുക്കറിയാം, ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് ഏതെങ്കിലും ഒരു ഭീകരരെത്തിയാൽ അവർ തിരികെ ജീവനോടെ മടങ്ങില്ല എന്നുള്ളത് നമ്മുടെ കരസേനയുടെ പ്രതിജ്ഞയാണ്, നിശ്ചയദാർഢ്യമാണ്. അതവർ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സാന്നിധ്യമുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ അത് തുരത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത ഒരു വാർത്ത പരിശോധിച്ചാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ തുടരുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടാണ് അദ്ദേഹത്തെ എയിംസിലെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ആൻജിയോഗ്രാം അടക്കമുള്ള അടിയന്തര വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കിയ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തികച്ചും തൃപ്തികരമാണെന്നാണ് എയിംസ് വക്താക്കൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള സുഖം പ്രാപിക്കലിനായി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നിരന്തരം വിലയിരുത്തുന്നുണ്ട്. ആശുപത്രി അധികൃതർ ഉടൻ തന്നെ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും JP നദ്ദയെ എയിംസിൽ സന്ദർശിക്കുകയുണ്ടായി. രേഖാ ഗുപ്തയും വ്യക്തമാക്കിയത് ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹവുമായി സംസാരിച്ചു, JP നദ്ദയുമായി സംസാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ആരോഗ്യത്തോടുകൂടി മടങ്ങി വരുമെന്ന് കാത്തിരിക്കാം. ഇനി അടുത്തൊരു വാർത്ത പരിശോധിച്ചാൽ തെലങ്കാനയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ഈ ഭാരതത്തിൻ്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്ത് പകർന്ന തെലങ്കാനയിൽ വൻ പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗത പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരമേഖലയിൽ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുമായി 200 കോടി രൂപയുടെ ഈ വാഹന പരിവർത്തന പദ്ധതിയാണ് NDA സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെട്രോൾ ഡീസൽ ഓട്ടോകൾ പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിത ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന കാഴ്ചപ്പാടിന് തിളക്കമേറ്റുന്ന ചരിത്രപരമായ തീരുമാനമാണ് തെലങ്കാനയിലെ NDA സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഹൈദരാബാദ് നഗരത്തിലും അതേപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളുമായി സർവീസ് നടത്തുന്ന 18,766 ഓട്ടോറിക്ഷകളെ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുന്ന പദ്ധതിക്കാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത്. 11,254 ഡീസൽ ഓട്ടോകളും 7,512 പെട്രോൾ ഓട്ടോകളുമാണ് ഇതിലൂടെ ഈ വാഹനങ്ങളായി മാറുന്നത്. സാധാരണക്കാരായ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് ഈ 200 കോടി രൂപയുടെ കൂറ്റൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. SC, ST, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷം എന്നീ ബോർഡുകളിൽ നിന്ന് 50 കോടി രൂപ വീതം കണ്ടെത്തി പൂർണ്ണമായും തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഓട്ടോ ഉടമകൾക്ക് ഇലക്ട്രിക് ഫിറ്റിംഗ് നടത്തുവാനോ അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ ഈ ഓട്ടോ വാങ്ങുന്നതിനുമുള്ള അവസരമുണ്ട്. ഒരു വാഹനത്തിന് പരമാവധി 1.5 ലക്ഷം രൂപ വരെ നേരിട്ടുള്ള സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയൊരു പ്രഖ്യാപനമാണ് തെലങ്കാനയിലെ സർക്കാർ നടത്തിയിരിക്കുന്നത്. തെലങ്കാനയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്തായാലും അത് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾക്ക് ഗുണകരമാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ഉത്തർപ്രദേശിൽ ഒരു എൻകൗണ്ടർ നടന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഒരു പോലീസ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ലല്ലപുര പണ്ടേപൂർ റിംഗ് റോഡിന് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 2 അന്തർദേശീയ
കുറ്റവാളികൾ, കള്ളന്മാരാണിവർ, പിടിച്ചുപറിക്കാരാണിവർ. ഇവർ പിടിയിലാകുകയായിരുന്നു. പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാനായിരുന്നു ഇവർ ശ്രമിച്ചത്. പ്രതികളെ സാഹസികമായിട്ടാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പോലീസ് നടത്തിയ തിരിച്ചടിയിൽ ഒരു കുറ്റവാളിക്ക് വെടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ കീഴ്പ്പെടുത്തി പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ രണ്ടാമൻ ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാളെയും സാഹസികമായി പിടികൂടി എന്നുള്ളതാണ് വാരണാസി പോലീസ് വ്യക്തമാക്കുന്നത്. വാരണാസിയിലും സമീപ ജില്ലകളിലും നിരന്തരം ഭീതി വിതച്ച കവർച്ചാ സംഘത്തിലെ പ്രധാനികളാണ് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ പക്കൽ നിന്നും ഏതാണ്ട് 75,000 രൂപയും അതേപോലെ തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും നാടൻ തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരത്തിൽ കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അതേപോലെ തന്നെ സ്ത്രീ പീഡകരെയും ഒന്നും വെച്ചുപൊറിപ്പിക്കില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. പോലീസ് അതനുസരിച്ച് കൃത്യമായി നടപടിയെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ വാരണാസിയിൽ ഇത്തരത്തിലൊരു എൻകൗണ്ടർ നടന്നത്. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ഡൽഹി ലക്ഷ്യമാക്കി കർഷക പ്രക്ഷോഭം നീങ്ങുകയാണ്. കിസാൻ ബച്ചാവോ പദയാത്രയാണ് ഈ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഹരിയാന അതിർത്തിയായ ജിന്ദ് ഖനൌരിയിൽ പോലീസ് ഈ യാത്ര തടഞ്ഞിരിക്കുകയാണ്. ഇതോടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ റോഡരികിൽ തന്നെ സമാധാനപരമായി ഉപരോധം നടക്കുകയാണ് ഈ കർഷകർ. ഈ കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്നുള്ള പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് ഇത്തരത്തിലൊരു മാർച്ച് നടത്തുന്നത്. കേന്ദ്ര സർക്കാർ കർഷക വിരുദ്ധ നടപടികൾ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഭാരതത്തിൻ്റെ കാർഷിക മേഖലയെ തകർക്കുന്ന വിദേശ വ്യാപാര കരാറിൽ നിന്നും കർഷകരെ പൂർണ്ണമായും ഒഴിവാക്കണം. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക. വിളകൾക്ക് താങ്ങുവില നിയമപരമായി ഉറപ്പാക്കുക. ഒപ്പം കർഷക കടങ്ങൾ എഴുതിത്തള്ളുക എന്നിവയാണ് ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഖനൌരി അതിർത്തിയിൽ സമാധാനപരമായി തുടരുമെന്നുള്ളതാണ് കർഷക സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്നും കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഡൽഹി പല കർഷക സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധത്തിന് വേദിയാകേണ്ടതാണ് യഥാർത്ഥത്തിൽ ഡൽഹി. എന്നാൽ ഈ കർഷക പ്രക്ഷോഭം ഹരിയാനയിലെ അതിർത്തിയിൽ തന്നെ ഇത് തടയുകയായിരുന്നു. അവിടെ ഇപ്പോൾ ഈ കർഷകർ സമാധാനപരമായി പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ഈ സമാധാനം എത്ര നേരം നിലനിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പഞ്ചാബിൽ നിന്നും അടക്കമുള്ള കർഷകരാണ് ഈ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനകീയ ഭരണശൈലിയും ഉറച്ച തീരുമാനങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ പ്രതിരോധ സെക്രട്ടറി RK മാഥൂർ. അദ്ദേഹം വ്യക്തമാക്കുന്നത് 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ഈ നരേന്ദ്രമോദി തൻ്റെ ആദ്യ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ചെങ്കോട്ടയിലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ ആഗ്രഹിച്ചാണ് പ്രധാനമന്ത്രി ഈ ഉറച്ച നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ അതിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. തൊട്ടടുത്തെ ചാന്ദിനി ചൗക്ക് പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്നുമുള്ള സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറും പ്രതിരോധ സെക്രട്ടറിയും തീരുമാനത്തെ എതിർത്തെങ്കിലും പ്രധാനമന്ത്രി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് സ്വാതന്ത്ര്യദിന പുലർച്ചെ 2 മണിയോടുകൂടി അടിയന്തരമായി ഈ ബുള്ളറ്റ് ഗ്ലാസ് നീക്കം ചെയ്തു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അദ്ദേഹം എത്ര ധൈര്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കാൻ എത്തുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. മുൻപ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിൽ നിന്നായിരുന്നു അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൽ പിന്നെ പ്രധാനമന്ത്രിയായതിൽ പിന്നെ അദ്ദേഹം സധൈര്യം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അതാണ് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി മാഥൂർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വലിയൊരു വെളിപ്പെടുത്തലാണ്. അതായത് ഇത്തരം ഭീകരവാദ ശക്തികളെയൊന്നും നമ്മുടെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇത്തരം ഭീകരവാദ ശക്തികൾക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും നോക്കിക്കാണണം. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അത്രമാത്രം സുസജ്ജമായിട്ടാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ജാർഖണ്ഡിൽ നമുക്കറിയാം വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ ഊണും ഉറക്കവുമൊക്കെ ഉപേക്ഷിച്ച് അവിടെ റാഞ്ചിയിൽ സമരം നടത്തുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ വേണ്ടി അവിടുത്തെ സർക്കാർ കോൺഗ്രസുമായി ചേർന്ന് ഭരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.
വിദ്യാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇന്നിപ്പോൾ വീണ്ടും ഒരു ചർച്ച നടക്കാനിരിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ജാർഖണ്ഡിൽ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ജനകീയ പ്രക്ഷോഭമായി മാറുന്നു എന്നുള്ളതാണ്. ഈ പ്രക്ഷോഭം 23ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹേമന്ത് സോറന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ കോലം കഴിഞ്ഞ ദിവസം കത്തിച്ചിരുന്നു. രാഹുലിൻ്റെയും അതേപോലെ തന്നെ ഹേമന്ത് സോറന്റെയും കോലമാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ കത്തിച്ചത്. സർക്കാരിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കുമ്പോൾ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ജാർഖണ്ഡ് സർക്കാർ. ഈ ഓഗസ്റ്റ് 15-നകം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ജയമം നയിക്കുന്ന സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് നേരത്തെ രാഹുൽ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഹേമന്ത് സോറിനൊപ്പം രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറായി എന്നുള്ളതാണ്. 18-നകം, അതായത് നാളെക്കകം നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തടയുമെന്നാണ് ഈ പ്രക്ഷോഭകരുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി നേതാക്കളുമായി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് 4ാം ഘട്ട ചർച്ച നടത്തും. ഇതുവരെ 3 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു. ഈ 3 ഘട്ടങ്ങളിലായിട്ടും ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സർക്കാരിന് സാധിച്ചില്ല. അങ്ങനെ പ്രക്ഷോഭം റാഞ്ചിയിൽ വളരെ ആളിപ്പടരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അവിടെ ജാർഖണ്ഡിൽ ഇത്തരത്തിലൊരു CBI അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തിക്കൂടാ സർക്കാരിന് എന്നുള്ള ചോദ്യം പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിലെ ചില ഉന്നതർ അതിൽ കുടുങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ അലയടിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാനോ അല്ലെങ്കിൽ അത് നോക്കിക്കണ്ട് പരിഹാരം കാണുവാനോ സർക്കാർ ശ്രമിക്കാത്തത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ റാഞ്ചിയിലെ സമരം, ജാർഖണ്ഡിലെ സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ വിശാഖപട്ടണത്ത് നിന്നുള്ളൊരു വാർത്തയാണ്. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ വ്യോമയാന മേഖലയിൽ ചരിത്രപരമായ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിശാഖപട്ടണം വിമാനത്താവളത്തിലെ സിവിൽ എൻക്ലേവിൽ നിന്നുമുള്ള വാണിജ്യ വിമാന സർവീസുകൾ പൂർണ്ണമായും അവസാനിച്ചു. ഇന്നു മുതൽ എല്ലാ വാണിജ്യ വിമാന സർവീസുകളും ഭോഗപുരത്തുള്ള അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നായിരിക്കും സർവീസ് നടത്തുക എന്നുള്ളതാണ്. പഴയ വിമാനത്താവളത്തിൻ്റെ VTZ, അത് എയർപോർട്ടിൻ്റെ കോഡാണ് VTZ എന്നുള്ളത്. ഈ VTZ എന്ന ഔദ്യോഗിക എയർപോർട്ട് കോഡ് ഇനി അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിനായിരിക്കും. എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള പ്രമുഖ എയർലൈനുകൾ ഇന്നു മുതൽ തങ്ങളുടെ സർവീസുകൾ പൂർണ്ണമായും പുതിയ വിമാനത്താവളത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. നാവികസേനയുടെ നിയന്ത്രണത്തിലായിരുന്നു പഴയ വിമാനത്താവളം. ഇനി അത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കുക. പ്രതിരോധ വിമാനങ്ങൾ, അതേപോലെ തന്നെ നോൺ ഷെഡ്യൂൾഡ് ചാർട്ടേഡ് വിമാനങ്ങൾ, അടിയന്തര സർവീസുകൾ എന്നിവയ്ക്ക് മാത്രമായിരിക്കും ആ പഴയ വിമാനത്താവളത്തിൽ അനുമതി ഉണ്ടാകുക. പുതിയ വിമാനത്താവളത്തിൻ്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ ഡൽഹി മെട്രോയിൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു CISF ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അച്ചടക്ക ലംഘനത്തിനൊടുവിൽ കർശന നടപടിയെടുത്തിരിക്കുകയാണ് CISF. യാത്രക്കാരിയായ യുവതിയുടെ ചിത്രം ഫോണിൽ പകർത്താൻ ശ്രമിച്ച ആരോപണത്തെ തുടർന്ന് ഈ ഒരു CISF ജവാനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അച്ചടക്ക ലംഘനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന CISF നേതൃത്വം കർശന നിലപാടെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ ചിത്രം അനുമതിയില്ലാതെ മൊബൈൽ ഫോണിൽ പകർത്തിയെന്ന് ആരോപിച്ചാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. സഹയാത്രക്കാർ ഇതിനെ ചോദ്യം ചെയ്തതോടുകൂടി മെട്രോയ്ക്കുള്ളിൽ തർക്കവും അതേപോലെ തന്നെ സംഘർഷാവസ്ഥയും ഉടലെടുക്കുകയായിരുന്നു. യാത്രക്കാർ നൽകിയ പരാതി പുറത്തുവന്ന് അതേപോലെ തന്നെ ഈ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CISF ഹെഡ്ക്വാർട്ടേഴ്സ് അടിയന്തരമായി ഇടപെടുകയായിരുന്നു. അങ്ങനെ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ കോൺഗ്രസ് നേതാക്കളായ രാഹുലും സോണിയയും അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ കൊൽക്കട്ടയിൽ, പശ്ചിമ ബംഗാളിൽ വലിയ പ്രതിഷേധമുയരുന്നു. നമുക്കറിയാം, കൊൽക്കട്ടയാണ് ഇതിൻ്റെ ഈ വന്ദേ മാതരത്തിൻ്റെ പ്രഭവ കേന്ദ്രം. സ്വാഭാവികമായും കൊൽക്കട്ടയിൽ പ്രതിഷേധം അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഭാരതത്തിൻ്റെ അമരഗീതത്തെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകളാണ് കൊൽക്കട്ടയിലെ തെരുവുകളിൽ
അണിനിരന്നത്. നേതാക്കളുടെ കോലം കത്തിച്ച പ്രതിഷേധക്കാർ കോൺഗ്രസിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിയത്. ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തിനും ഭാരതത്തിന്റെ ദേശീയ ബോധത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൊൽക്കത്ത പോലീസ് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് നടത്താനിരുന്ന മാർച്ച് കഴിഞ്ഞ ദിവസം പോലീസ് തടഞ്ഞത് ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും വഴിവെച്ചിരുന്നു. നമുക്കറിയാം ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടയാണ്. അതായത് സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്തിൽ വന്ദേമാതരം പാടിയപ്പോൾ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ വരികൾ ഒഴിച്ച് ബാക്കി പാടേണ്ട, അത് നിർത്തണം എന്ന് സോണിയയും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുലും ഒരേപോലെ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് എത്ര അപമാനകരമാണ് എന്നുള്ളതാണ്. അതായത് ഈ ഇസ്ലാമിക ശക്തികൾക്ക് മുമ്പിൽ വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് മുട്ടുമടക്കുന്നു അവർക്ക് മുന്നിൽ എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ 15-ാം തീയതി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് കണ്ടത് എന്നുള്ളതാണ്. ഏതായാലും ഓരോ ഭാരതീയനും ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയാണ് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി അടുത്ത ഒരു വാർത്ത പരിശോധിച്ചാൽ ഈ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നമുക്കറിയാം, ഈ സെമി കണ്ടക്ടർ യുഗത്തിലേക്ക് ഭാരതം കടന്നിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ സെമി കണ്ടക്ടർ സ്വപ്നങ്ങൾക്ക് വൻ കുതിപ്പേകി തദ്ദേശീയമായി വികസിപ്പിച്ച ബിഹാൻ നെറ്റ്വർക്കിംഗ് ചിപ്പ് ആദ്യഘട്ട പരീക്ഷണത്തിൽ വൻ വിജയം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിൻ്റെ ഡിസൈൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അഹീസ ഡിജിറ്റൽ ഇന്നോവേഷൻ എന്ന സ്റ്റാർട്ടപ്പാണ് ഈ നേട്ടം കൈവരിച്ചത്. ഫൈബർ ബ്രോഡ്ബാൻഡ് വിപ്ലവത്തിന് വേഗം കൂട്ടാൻ സഹായിക്കുന്ന ഈ നേട്ടം അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നേട്ടമാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ തിളക്കമാർന്ന വിജയത്തിലാണ് ഈ സെമി കണ്ടക്ടർ പദ്ധതി കൂടി സക്സസ് ആയത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാബ്ലെസ് സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ അഹീസ ഡിജിറ്റൽ ഇന്നോവേഷൻ വികസിപ്പിച്ച ബിഹാർ എന്ന ബ്രോഡ്ബാൻഡ് സിസ്റ്റം ഓൺ ചിപ്പ് ആദ്യഘട്ട പരീക്ഷണമായ ഫസ്റ്റ് പാസ് സിലിക്കൺ സക്സസ് കൈവരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രേക്ഷകർക്കറിയാം, ഭാരതം വലിയ വിപ്ലവകരമായ മാറ്റത്തിലേക്ക്, വ്യാവസായിക വിപ്ലവത്തിന് ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സപ്തധാരയിൽ പ്രധാനമായിട്ടുള്ള ആദ്യത്തേത് നമ്മുടെ ഭാരതത്തിലെ തദ്ദേശീയമായ നിർമ്മാണമാണ്. അതിൽ ഈ സെമി കണ്ടക്ടർ മേഖലയിൽ ഭാരതം വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സെമി കണ്ടക്ടർ പാർക്കുകൾ രാജ്യത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടുതൽ പാർക്കുകൾ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. അങ്ങനെ വലിയ വിപ്ലവം ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നതോടുകൂടി യുവാക്കൾക്ക് വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഭാരതത്തിലെ യുവാക്കളെ AI മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലൊക്കെ തന്നെ വലിയ ഒരു കുതിച്ചുചാട്ടം നടത്തുവാൻ യുവാക്കൾക്ക് അവസരം ഒരുക്കുന്നു. അങ്ങനെ യുവാക്കൾക്ക്, സംരംഭകർക്കൊക്കെ ഈ AI മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ തന്നെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഉതകുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. അത് ഏറ്റെടുത്ത് നടത്തിയാൽ യുവാക്കൾക്ക് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയും എന്നതിനൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം സമയപരിധി മൂലം ഇവിടെ അവസാനിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൂടുതൽ വാർത്തകൾ എത്തിക്കാം. ഏതായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നേഷൻ ഫസ്റ്റ് അവസാനിക്കുന്നു. ഞാൻ S. നന്ദഗോപൻ.